ഈ രാത്രി 2 മണിക്കൊക്കെ ഞാൻ എന്തിനാ ഇവനെ കുറിച്ച് സംസാരിക്കുന്നല്ലേ? അവനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞ ഞാൻ തലടിച്ച് ഞാൻ പൊളിക്കും ആൾക്കാരുടെ. തമാശയൊക്കെ ആണെങ്കിലും ഞാൻ ചെയ്യും. ഹായ് ഗൈസ്, എന്തോ ഒരു സമയമാണ്, ലൈക്ക് എന്താ പറയാ, ഇപ്പം രാത്രി ശരിക്കും പറഞ്ഞാൽ ടൈം പോലെ അറിഞ്ഞൂടെ, 2 മണി 3 മണി ആയിട്ടാണ്. ലൈക്ക് ലൈഫിൽ ഇപ്പം എന്താ നടക്കുന്നതെന്നോ അല്ലെ മെന്റലി ഫിസിക്കലി എന്താ അവസ്ഥ എന്നൊന്നും അറിഞ്ഞൂടാ. എല്ലാം ഇങ്ങനെ പോകുന്നു, അത്രേ ഉള്ളൂ. സോ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എല്ലാവരും ലൈഫിൽ ഒരാൾ കാണും. ലൈക്ക് നമുക്ക് എപ്പോൾ വേണേലും വിളിക്കാം. ഇപ്പം 4 മണി ആയാലോ 5 മണി ആയാലോ രാവിലത്തെ 6 മണി ആയാലും വിളിച്ചാൽ കോൾ എടുക്കുന്ന ഒരാൾ എല്ലാവരും ലൈഫിലുണ്ടാവും. നമ്മൾ അതിനെ ബെസ്റ്റ് ഫ്രണ്ടെന്നോ കമ്പാനിയനോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയും. എൻ്റെ അടുത്തുണ്ട്. അപ്പം നമുക്ക് അയാളെ കുറിച്ച് സംസാരിക്കാം. വിളിച്ചാൽ ഫോൺ എടുക്കുന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് വീഡിയോയിൽ. പക്ഷേ ആ നാറി ഫോണൊന്നും എടുക്കത്തില്ല. ആ നാറിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഫോൺ എടുക്കും. നമ്മൾ ചിലപ്പം 1 മാസം 2 മാസം ചിലപ്പം വിളിക്കാറേ ഇല്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചില്ല അവനും വിളിക്കൂല, അവൻ ഇങ്ങോട്ട് വിളിച്ചില്ല ഞാൻ അങ്ങോട്ടും വിളിക്കൂല. പക്ഷെ സ്റ്റിൽ ഇപ്പം 1 മാസം കഴിഞ്ഞ് സംസാരിച്ചാലും ഞങ്ങൾ ഓക്കെയാണ്. ലൈക്ക് വി ആർ ഓക്കെ വിത്ത് ഇറ്റ്. ഇങ്ങനെയാണ്, ലൈക്ക് ബ്രോ കോഡ് എന്നുള്ള രീതിക്കാണ്. അപ്പം എന്താ പറയുക, ഞാൻ ഇവിടെ വന്ന് UKG വന്നപ്പം കിട്ടിയൊരു ഫ്രണ്ടാണ്. ഞങ്ങളെ സ്കൂൾ ലൈഫിൽ 13 വർഷം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു. സ്റ്റിൽ ലൈക്ക് 2020 സ്കൂളിൽ കഴിഞ്ഞു. 2026 13ഉം 6ഉം 19 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് സ്റ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. തട്ടിമുട്ടി ഇങ്ങനെയൊക്കെ പോകുന്നു. എല്ലാവരുടെ ലൈഫിലും ഒരാൾ കാണും അതുപോലത്തെ. നമ്മളിപ്പം 10 ഇയേഴ്സ് അല്ലെങ്കിൽ 11 ഇയേഴ്സ് അല്ലെങ്കിൽ 12 ഇയേഴ്സ് ഫ്രണ്ട്ഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത ഒരാൾ എല്ലാവരുടെ ലൈഫിൽ കാണും. നമ്മളിപ്പം ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ എന്താ പറയാ, ആളെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ലൈഫിൽ. നമുക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് എന്തായാലും വേണം ലൈഫിൽ. ഇപ്പം ഇവ എൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം ചിലപ്പോൾ വേണം ബ്രോറിന് പോകും. ആ ഒരു സിറ്റുവേഷനാണ്. ലൈക്ക് അവൻ ഇപ്പം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ധൈര്യമാണ്. ഇപ്പം വീഡിയോയിൽ കാണുന്ന പോലെ ഊക്കലും ഇതാക്കലും അതിപ്പോൾ ഞാൻ അങ്ങോട്ട് ഊക്കുന്ന മാത്രമല്ല അവൻ ഇങ്ങോട്ടും തരും. അപ്പം ടിറ്റ് ഫോർ ടാറ്റ് എന്നുള്ള രീതിക്ക് ഞങ്ങൾ ആ സാധനം കണ്ടു പോകും. സോ വേണം അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് എല്ലാവരുടെ ലൈഫിൽ വേണം. പ്രത്യേകിച്ച് ബോയ്സിൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് നിർബന്ധമാണ്. നമ്മൾ വേറൊന്നും ഇല്ലെങ്കിലും, ലൈക്ക് പൈസ ഇല്ലെങ്കിലും, നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും, വണ്ടി ഇല്ലെങ്കിലോ ബൈക്കില്ലെങ്കിലോ കാറില്ലെങ്കിലോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ലൈഫിലൊരു ഫ്രണ്ട് നിർബന്ധമാണ്. സോ നമ്മളെ അങ്ങനെയുള്ള ഫ്രണ്ടിനെ നിങ്ങളെപ്പോഴും കൂടെ നിർത്തുക. എപ്പോഴും ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബോണ്ട് ഉണ്ടല്ലോ നിലനിർത്താൻ നോക്കുക. പിന്നെ ഇതൊക്കെ തന്നെയാണ് സംഭവം. ലൈഫിൽ ആ ഒരു സംഭവം വേണമെന്നുള്ളത്. അപ്പം ഇത്രയും പറയാൻ കാരണം തന്നെ ഒരു സിറ്റുവേഷൻ വന്നാൽ അവനെനിക്ക് വേണ്ടി നിൽക്കുന്ന എനിക്കറിയാം. അതേപോലെ അവനൊരു സിറ്റുവേഷൻ വന്നാൽ ഞാൻ നിൽക്കുന്ന അവനും അറിയാം. നമ്മള് എന്താ പറയാ, ലൈക്ക് ഈ ഒരു വീഡിയോ ഞാൻ ഉദ്ദേശിച്ചിരുന്നതെന്ന് പറഞ്ഞാല് ഞാനും അവനും ഇന്ററാക്ട് ചെയ്ത് സംസാരിക്കാന്നുള്ള രീതിക്കായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ ലൈക്ക് ഇപ്പം 2-3 മാസം മുന്നേ ഇങ്ങനെ നമ്മളെന്തോ വെറുതെ പറയുമ്പോൾ അവനോട് പറഞ്ഞപ്പോൾ പറഞ്ഞേ ഞാൻ നിൽക്കൂലേ നിന്റെ വീഡിയോയിലൊന്നും എനിക്ക് വരും ഞാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് പോയവനാണ്. അപ്പം ലൈക്ക് ഹി ഡിസേർവ് ദിസ്. ആ ഒരു ഇത് കിട്ടണം അവന്. ലൈക്ക് ഇപ്പം ഞാൻ എവിടെയെങ്കിലും പോവാണ് അവൻ്റെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർ ചോദിക്കും എവിടെറാ നിന്റെ മറ്റവൻ, നിന്റെ കൂട്ടുകാരൻ എവിടെറാ, അതെന്താ നിങ്ങൾ ഒരുമിച്ചല്ലാത്ത. ഇപ്പം അവൻ ബാംഗ്ലൂരാണ്, ഞാൻ നാട്ടിൽ പോയി ഇങ്ങനെ ചോദിക്കും ഋഷ്ടാദ് എവിടാ, ഋഷ്ടാദ് വന്നില്ലേ, പിന്നെ നീ എന്തിനാ വന്നെന്ന് ചോദിക്കും എൻ്റെ അടുത്ത്. അങ്ങനെ ആയി മാറും നമ്മൾ. കുറച്ച് കാലം നമ്മൾ അങ്ങനെ ആയി മാറും.
സോ മിസ് ചെയ്യും, വിളിക്കും, വല്ലപ്പോഴും വിളിച്ച് സംസാരിച്ച് അവനവൻ്റെതായ തിരക്കുകളുണ്ട്, എനിക്ക് എൻ്റെതായ തിരക്കുകളുണ്ട്. സ്റ്റിൽ ലൈഫ് ഗോസ് ഓൺ. സോ ലൈഫിലെ വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സണാണ് ആ ജസ്ലാദ് എന്ന് പറഞ്ഞ ഒരുത്തൻ. ഇമോഷണൽ ആവണമെന്ന് പറഞ്ഞാൽ ഇമോഷണൽ ആവാം. ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ നമ്മളൊരു ഇമോഷണൽ ആയാലും പിന്നെ എന്താണ് ഊനോസ്. ഇപ്പം അവൻ്റെ എന്തോ വീടും അവൻ്റെ കുറിച്ചും കാര്യങ്ങളൊക്കെ അതിനാ ചിലപ്പം പുറത്തു പോകും. അതൊക്കെ ഞാൻ ആലോചിച്ചിട്ട് പോലും ഇല്ല. ലൈക്ക് അവനിപ്പം നാട്ടിൽ പോകാൻ കാരണം തന്നെ അവനാണ്. അല്ലാണ്ട് നാട്ടിൽ പാരൻസ് ഉണ്ട്, പാരൻസ് ഇല്ല എന്നല്ല, ലൈക്ക് സ്റ്റിൽ നമ്മളൊരു സമയമുണ്ടല്ലോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയം, അവനില്ലാന്നുണ്ടെങ്കിൽ ഒരു രസമില്ല. ഇപ്പം ലാസ്റ്റ് വീക്ക് തന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ തോന്നിയില്ല. എന്തുകൊണ്ടാ? സ്റ്റാദില്ലായിരുന്നു. സ്റ്റാദ് ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ വിളിച്ചിറക്കാം. അതിന് എണീക്കൂല, എന്നാലും അവനെ രാവിലെ വിളിച്ചിറക്കിയിട്ട് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇവിടെ പോവാ അവിടെ പോവാന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞിട്ട് അവനെ വിളിച്ചിറക്കി കൊണ്ടുപോകും. ചിലപ്പോൾ രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ വീട്ടിൽ കയറും. പക്ഷെ എന്താ, വീട്ടുകാർക്ക് ഒരു ടെൻഷനും ഇല്ല. ഞാൻ എവിടെയാണെന്നോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. വിളിച്ചു കഴിഞ്ഞാൽ എവിടെയുള്ള, ജസ്റ്റ് അതിൻ്റെ കൂടെയുള്ള ഓക്കെ കഴിഞ്ഞ്, അത്രേ ഉള്ളൂ സംഭവം. അവൻ്റെ വീട്ടിലാണെങ്കിൽ തന്നെ സേഫിൻ്റെ കൂടെയുള്ള ഓക്കെ ഫൈൻ, സംഭവം കഴിഞ്ഞു, അവിടെ തീർന്നു. ആ ഒരു ബോണ്ട് ഞങ്ങൾ ആ ഒരു സ്കൂൾ ലൈഫ് മൊത്തം എൻജോയ് ചെയ്ത് വന്ന് അങ്ങനെ ഉണ്ടാക്കിയൊരു സംഭവമാണ്. പാരൻസിന് ട്രസ്റ്റാണ് സംഭവം. ലൈക്ക് അവൻ്റെ കൂടെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, സേഫ് ആയിരിക്കും, ക്ലിയർ എവറിത്തിങ്. സോ നോ സീൻസ്. പിന്നെ സീക്രറ്റ്സ് ഷെയർ ചെയ്യാൻ വയ്യ. ഇപ്പം ആർക്കും അറിയാത്ത സാധനങ്ങളൊക്കെ ജസ്റ്റ് അതിനറിയാം. പിന്നെ എങ്ങാനും ഗൺ പോയിന്റിൽ നിർത്തിയിട്ട് ചോദിച്ചതിനാ ചിലപ്പോൾ അവൻ പറയും, പക്ഷെ ഞാൻ പറയില്ല കേട്ടോ. ബ്രോക്കോഡ് നമുക്ക് പാരൻസിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുമ്പം ആ ഒരു സംഭവമാണ് ബെസ്റ്റ് ഫ്രണ്ട്. അല്ലെങ്കിൽ ആ ഒരു ജസ്ലാദ് എന്ന് പറയുന്ന ഒരുത്തൻ. ഈ രാത്രി 2 മണിക്കൊക്കെ ഞാൻ എന്തിനാ ഇവനെ കുറിച്ച് സംസാരിക്കുന്നല്ലേ? സ്റ്റിൽ ഡിസേർവ് ബ്രോ. ഈ 2 മണിയോ, നീ രാവിലെ 6 മണിക്ക് വിളിക്കുന്നു, ഞാൻ വരും, ഉറപ്പ് വരുന്നു. ഹോസ്റ്റലിലാണ്, ഒറ്റക്കാണ്, ഒരു പണിയില്ല. സോ ഇങ്ങിരുന്ന് സംസാരിക്കാന്ന് വെച്ച്. പൊതുവെ ഇങ്ങനൊന്നും ചെയ്യാത്ത ഒരാളാണ് ഞാൻ. ലൈക്ക് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ജോളി അടിച്ച് വല്ല വീഡിയോ എടുത്തിടുന്ന ഒരുത്തനാണ് ഞാൻ. ഈ ഡീപ് ടോക്കിന് വന്നത് തന്നെ ഇവനെ കുറിച്ച് സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. ഞങ്ങളുടെ ഇടയിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വരുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം, ചിലപ്പോൾ ഞാൻ ഇഗ്നോർ ചെയ്തിട്ടുണ്ടാകും, ചിലപ്പോൾ അവൻ ഇഗ്നോർ ചെയ്തിട്ടുണ്ടാകും, ചിലപ്പോൾ ഞങ്ങൾ സംസാരിച്ച് തെറി വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി തീർന്നിട്ടുണ്ടാവും. അല്ലാതെ ഞങ്ങളെ ഉള്ളിൽ വെച്ച് സംസാരിക്കുന്ന പരിപാടി ഞങ്ങൾക്ക് രണ്ടായിരിക്കും പണ്ട് മുതലേ ഇല്ല. ഇപ്പം അവനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ തലടിച്ച് ഞാൻ പൊളിക്കും ആൾക്കാരുടെ. തമാശയൊക്കെ ആണെങ്കിലും ഞാൻ ചെയ്യും. അവൻ ചിലപ്പം ചെയ്തില്ല എന്ന് വരും, ബിക്കോസ് അവൻ സൈലന്റ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ സ്കൂളിലൊക്കെ വെറുതെ അവനെ കുറിച്ച് പറഞ്ഞപ്പോഴേക്ക് ഞാൻ ചൂടായി ചൊറിഞ്ഞ് കയറി ആരൊക്കെയോ തല്ലിയിട്ടുണ്ട്. അതൊക്കെ പഴയ കഥകൾ, എന്തോ ആയിക്കോട്ടെ. വീട്ടുകാരെ തല്ലിയിട്ടാക്കും. നീ എന്തിനാ എപ്പോഴും അവൻ്റെ കൂടെ പോകുന്നത്? അല്ലെങ്കിൽ നിനക്ക് അവൻ എപ്പോഴും നിന്നെ വന്ന് വിളിച്ചോണ്ട് പോകുമല്ലോ. ചോദിക്കുമ്പോൾ ഞാൻ പറയും ഞാൻ പോവും, അവൻ വിളിച്ചാൽ ഞാൻ പോവും, അത്രേ ഉള്ളൂ. ഈ രാത്രി 2 മണിക്കൊക്കെ കയറി വരുമ്പോൾ ചോദിക്കും, അവൻ ഒറ്റ മോനാണ്, അവന് കുഴപ്പമില്ല, നിനക്ക് കിടന്നുറങ്ങണ്ടേ, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും ഒരു കുഴപ്പമില്ല, ഞാൻ പോവും, സ്റ്റിൽ അത്രേ ഉള്ളൂ. അപ്പം വീട്ടുകാർക്ക് ഡിഫെൻഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ നാട്ടുകാർ വന്നേക്കുന്നത്? ഞാൻ ഡിഫെൻഡ് ചെയ്യണമെന്നുണ്ട്. ഇപ്പം ജസ്ലാദിന് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇപ്പം തമാശക്ക് പറയുന്ന പോലെ അവനാണ് എൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്ന പോലെ ആണ്. അവനാണ് മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഞാൻ പറയട്ടെ, ജസ്ലാദ് ഇല്ലെങ്കിൽ സേഫില്ല, സേഫിൽ അതേപോലെ ജസ്ലാദും ഇല്ല. അപ്പം ഈ ചാനല് വേറെ വീഡിയോ ഇടുന്നതും അതൊക്കെ ഫൈൻ. പക്ഷെ ഞാൻ പറയട്ടെ, ഈ ചാനൽ തുടങ്ങാൻ ആ ഒരൊറ്റ വീഡിയോ, ഞങ്ങൾ ആ ബീച്ചിൻ്റെ അടുത്ത് ഒറ്റ വീഡിയോ, ലൈക്ക് ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമാശക്ക് തുടങ്ങിയ സാധനമാണ്. ലൈക്ക് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഇതുവരെ, ലൈക്ക് തമാശക്ക് തുടങ്ങിയ സാധനം ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ക്യാമറ ഷൈ ആയിട്ടുള്ള ഒരു പേഴ്സൺ, ലൈക്ക് എത്ര എക്സ്ട്രോവേർട്ട് ആണെന്ന് പറഞ്ഞാലും
സംസാരിക്കാൻ പോയിട്ടുള്ള ഒരുത്തിന് ഇപ്പം എന്താ വീഴുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം പിന്നെ വീണ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിട്ടും കാര്യമില്ല. സോ അങ്ങനെ ഒരാളാണ് ഞാൻ. ഞാൻ കൊച്ചിയിൽ പോകുന്നു, ആൾക്കാരുടെ മുന്നിൽ നിന്ന് മൈക്ക് പിടിച്ച് സംസാരിക്കുന്നു, മാളിന്ന് മൈക്ക് പിടിച്ച് സംസാരിക്കുന്നു, പുറത്തുള്ള ആൾക്കാർ വ്ളോഗർ അല്ലെങ്കിൽ യൂട്യൂബർ എന്ന് പറയുമ്പോൾ തമാശ എടുത്ത് തമാശക്കായി ചിരിച്ചൊഴിവാക്കുന്നതും, പിന്നെ ആൾക്കാർ ജിസ്ലൈനെ കുറിച്ച് ചോദിക്കുന്നതും, ലൈക്ക് ജിസ്ലൈൻ്റെ ചാലഞ്ച് എന്തായി, കോളേജിൽ ജിസ്ലൈൻ്റെ ചാലഞ്ച് എന്തായി ചോദിക്കുമ്പോഴും തമാശക്ക് ജിസ്ലൈനോട് പറയും, എടാ കോളേജിലേക്ക് നിനക്ക് ഭയങ്കര ഫാൻസാന്ന് പറയുമ്പോൾ ജിസ്ലൈക്ക് പോടാണെന്ന് പറയുമ്പം ആ ഒരു സംഭവമൊക്കെ ഇപ്പം സ്റ്റിൽ 350 ഫോളോവേഴ്സ് അല്ലെങ്കിൽ 350 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് യൂട്യൂബിൽ ഭയങ്കര വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ലൈക്ക് ആരും ഇരുന്ന് കാണത്തൊന്നുമില്ല. ഇപ്പൊ ഈ പറയുന്ന സാധനം ഇപ്പൊ ഞാൻ പറഞ്ഞ 5 മിനിറ്റ് സംസാരിച്ചാൽ ആരും കാണത്തില്ല, ആർക്കും താല്പര്യം ഉണ്ടാവില്ല. ഞാൻ തന്നെ ഇപ്പം ഒരാൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് ഞാൻ കാണൂല. പക്ഷെ ഞാനിത് തുടങ്ങിയത് ഒരു മെമ്മറി ആയിട്ട് ഇങ്ങനെ എടുത്തു വെക്കാൻ പറ്റിയ സ്ഥലം, പിന്നെ എക്സ്പ്ലോർ ചെയ്യുന്നതും നമ്മൾ പോസ്റ്റ് ചെയ്യാനുള്ള ഇൻസ്റ്റഗ്രാം ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല, പക്ഷെ സ്റ്റിൽ അങ്ങനെ ഒരു സംഭവമായിട്ടായിരുന്നു ഞാൻ തുടങ്ങിയത്. അപ്പം ആ ഒരു വീഡിയോ കാരണമാണ് തുടങ്ങാൻ തന്നെ കാരണം. പിന്നെ ഫണ്ണായി ഇങ്ങനെ ഇതുവരെ എത്തി. അപ്പം ഫ്രം ദ ഡേ 1 അവനാണ് കൂടെ ഉണ്ടായിരുന്നത്. ഞങ്ങള് ട്യൂഷന് ഒരുമിച്ച് പോയത്, ഞാൻ അവൻ്റെ കൂടെ ലൈഫിലെ ആ ഒരു ഇതുവരെയുള്ള എല്ലാ ഫേസും ഞാൻ അവൻ്റെ കൂടെ കണ്ട്. ഞങ്ങൾ സ്കൂളിൽ നടന്നു പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ സൈക്കിളിൽ പോയി. അതെങ്ങനെ, എൻ്റെ അടുത്ത് സൈക്കിൾ ഇല്ലാത്തപ്പോൾ അവൻ്റെ അടുത്ത് സൈക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സീറ്റിലെ സൈക്കിളൊക്കെ ആയിരുന്നു. ഒരു സീറ്റിലെ സൈക്കിളാണെങ്കിൽ ഞാൻ സീറ്റിലിരുന്ന് അവൻ നിന്ന് ഓടിക്കും. അത് കഴിഞ്ഞ് ഉണ്ടാക്കും സൈക്കിളിൽ പോകുന്നു. പിന്നെ ഞങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവന് ആക്സസ് കിട്ടി, ബ്ലാക്ക് ആക്സസ്. ആ ആക്സസിൽ ഞങ്ങൾ +1ഉം +2ഉം ഞങ്ങൾ എൻജോയ് അത്ര ആരും എൻജോയ് ചെയ്തിട്ടില്ല. അതത്രേ ഉള്ളൂ. ഇപ്പം ഏത് വലിയ സ്കൂളിൽ പഠിച്ചാലും അങ്ങനെ ആയാലും ഇങ്ങനെ ആയാലൊക്കെ സ്റ്റിൽ ഞാൻ ആ സ്കൂളിൽ പഠിച്ചതും അവൻ കാരണം തന്നെയാണ്. അവൻ ഒറ്റൊരുത്തൻ കാരണം ഞാൻ സ്കൂളിൽ പഠിച്ചത്. അവൻ പറയടാ ഞാൻ അഡ്മിഷൻ എടുക്കുന്നുണ്ട്, നീ എടുത്തോന്ന് പറഞ്ഞു. ഞാൻ എടുത്തു. അവൻ കമ്പ്യൂട്ടർ സയൻസ്, ഞാൻ ബയോ സയൻസ്. സൂപ്പർ. സ്റ്റിൽ ആ 2 വർഷം ബൈക്കിൽ പോകുന്നതും, രാവിലെ ഇറങ്ങും ഒരു പാഷൻ പ്രോ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെണ്ടാൻ, അതും എല്ലാം ലൈക്ക് ഫസ്റ്റ് പോലീസ് ഓടിക്കുന്നതും, കൊറോണ സമയത്ത് ഫസ്റ്റ് പോലീസ് ഓടിക്കുന്നതും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത അവൻ്റെ കൂടെയാണ്. അത് കഴിഞ്ഞ് സൈക്കിള് കണ്ടു, നടന്നു പോയി, സൈക്കിള് കണ്ടു, ബൈക്ക് കണ്ടു, സ്വന്തം വണ്ടിയായി. എനിക്കിപ്പം സ്വന്തം വണ്ടി ആയിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വണ്ടി ഓടിക്കാൻ മടിയാ, നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അവൻ എൻ്റെ വണ്ടി ഓടിക്കും. ആ ഒരിത് കണ്ടു. ബൈക്ക് കഴിഞ്ഞ് കാറ് കണ്ടു. ഞങ്ങളെ മീൻസ് ഗ്രോത്തിൻ്റെ ഫേസ് നടന്നു പോയി, സൈക്കിളിൽ പോയി, ബൈക്കിൽ പോയി, കാറിലെത്തി. ആ എല്ലാ ലൈഫിൽ ആ ഒരു സിറ്റുവേഷൻസ് എല്ലാം കാണും. സ്റ്റിൽ ഇപ്പം ഇനി അങ്ങോട്ടുള്ള കാണാനുള്ള ആഗ്രഹം അവൻ്റെ കൂടെ തന്നെയാണ്. ഇപ്പം ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇപ്പം എല്ലാം അവൻ്റെ കൂടെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കാണാനും. ആ ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ് അവൻ. ലൈക്ക് ഹി ഡിസേർവ്സ് ദാറ്റ് പ്ലേസ് ഹിയർ. ഇതിപ്പോ പോസ്റ്റ് ചെയ്താ പറയും, എടാ ക്രിഞ്ചായിട്ടോ നീ പോസ്റ്റ് ചെയ്ത് എന്തിനാ, ഞാനിങ്ങനൊന്നല്ല അങ്ങനൊന്നല്ല എന്നൊക്കെ പറയും. പക്ഷെ സ്റ്റിൽ ഞാനിത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. വീഡിയോ ക്വാളിറ്റി എന്താ അവസ്ഥ, എങ്ങനെ പ്ലേസ് ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ലൈക്ക് ഞാൻ ഇങ്ങനെ ചെയ്യാത്ത ഒരാളാണ്, എൻ്റെ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്യുന്നത്. മൈക്ക് കണക്ട് ചെയ്യാൻ തന്നെ വേറെ ഏതൊക്കെ ആപ്പ് വെച്ച് ഇൻസ്റ്റാൾ ചെയ്തിട്ടൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ചൂടെടുക്കും, അതുകൊണ്ട് ഫാൻ ഇട്ടിട്ടിരിക്കുന്നു. പിന്നെ തുപ്പി ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് തുപ്പി വെച്ചിട്ടുണ്ട്. സോ നോ മോർ ബ്ലാ ബ്ലാ, ദാറ്റ്സ് ഓൾ ദ പേഴ്സൺ, ജസ്റ്റ് ലാത്ത്. ഓക്കെ. സോ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഈ ജസ്ലാത്ത് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ അറിഞ്ഞിരിക്കണം. ലൈക്ക് he is and he was and he will be important part of my life. He is my best friend. Thank you.